ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനും മുണ്ടത്തിക്കോട് ഇടവകയ്ക്ക് സുപരിചിതനും പ്രിയങ്കരനുമായ അർണോസ് അക്കാഡമിയുടെ സുപ്പീരിയർ റവറൻ ഡോക്ടർ ജോർജ് തേനാടിക്കുളം എസ് ജെ, വേദിയെ അനുഗ്രഹിക്കുന്ന വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ളവരെ, വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ വൈകിയ വേളയിൽ എനിക്ക് തന്ന ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇടവക ദിനവും വിശ്വാസ പരിശീലന ദിനവും സംഘടനകളുടെ വാർഷികവും ഒപ്പം കുടുംബ കൂട്ടായ്മ വാർഷികവും 4 കാര്യങ്ങൾ സംയുക്തമായിട്ട് നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. പള്ളിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു വാർഷികാഘോഷം നടത്തണമെന്ന് ഉള്ള ചിന്ത കമ്മിറ്റികളിൽ വന്നപ്പോഴൊക്കെ വളരെ തീഷ്ണതയോടുകൂടെ കലാപരിപാടികളാണെങ്കിലും റിപ്പോർട്ട് എഴുതുന്ന കാര്യമാണെങ്കിലും ബാക്കിയൊക്കെ വളരെ സജീവമായിട്ട് നിങ്ങളെടുത്ത ഇനീഷ്യേഷനെ, മുൻകൈകൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഏറ്റവും അധികം എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം, ഒരു ഇടവകയുടെ ആത്മീയ പിതാവ് അല്ലെങ്കിൽ അപ്പച്ചൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യുന്ന മഹാഭൂരിപക്ഷം ആളുകളുള്ള ഒരു സമൂഹമാണ് മുണ്ടത്തിക്കോട് ഇടവക. മുണ്ടത്തിക്കോട് ഇടവക എനിക്ക് ചെറുപ്പം മുതലേ പരിചയമുള്ളതാണ്. ഞാൻ തിരുത്തിപ്പറമ്പുകാരനായതുകൊണ്ട് മുണ്ടത്തിക്കോട് ഇടവകയെക്കുറിച്ചുള്ള പല പരദൂഷണങ്ങളും ഞാൻ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ഇടവകയേക്കാളും സ്നേഹവും അടുപ്പവും അവിടത്തേക്കാൾ കൂടുതൽ ആളുകളെ പരിചയപ്പെടുന്നതും എൻ്റെ ഇപ്പോഴത്തെ ഇടവകയായ മുണ്ടത്തിക്കോട് ഇടവകയോടാണ്. കാരണം ഇവിടുത്തെ ആളുകളുടെ സ്നേഹവും, അപൂർവം ചില അപസ്വരങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് ഏത് കുടുംബത്തിലുണ്ടാവും, ധൂർത്തുപുത്രനും മൂത്തപുത്രനും. എങ്കിലും ആ ഒരു കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളുള്ള അല്ലെങ്കിൽ വിശ്വാസികളുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഇടവക എന്നുള്ളത് പരസ്യമായി പ്രഘോഷിക്കുന്നതിൽ എനിക്ക് ഒട്ടും മടിയില്ല. അതിനെ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇടവക കുടുംബം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. അപ്പനും അമ്മയും മക്കളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, വിട്ടുവീഴ്ച ചെയ്ത്, പരസ്പരം അംഗീകരിച്ച്, സ്നേഹിച്ച്, പ്രോത്സാഹിപ്പിച്ച്, ക്ഷമിച്ച് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കുടുംബം. ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത് നമ്മുടെ വിജയങ്ങളുടെ മാത്രം വാർഷികമല്ല, നമ്മുടെ പരാജയങ്ങളുടെയും പോരായ്മകളുടെയും വാർഷികം കൂടെയാണ്. അടുത്തൊരു വാർഷികം ആഘോഷിക്കുമ്പോൾ എന്തൊക്കെ തിരുത്തണമെന്നും എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ അല്പം കൂടി നന്നാകണമെന്നൊക്കെ പരിചിന്തനം ചെയ്യേണ്ട ദിവസം കൂടിയാണിത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. ഉദ്ഘാടകനായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും സവിശേഷതകളും ആശംസകളും നിങ്ങൾക്ക് നൽകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പരസ്പരം നമുക്ക് ആശംസിക്കാം. ഇത് നമ്മുടെ കുടുംബദിനമാണ്. നമുക്ക് കുറേ VIP-കളൊക്കെ വിളിക്കാമായിരുന്നു. എന്നോട് ചിലരെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട് ഗസ്റ്റുകൾ കുറച്ചധികം പേര് വേണമെന്ന്. ഞാൻ പറഞ്ഞു ഒരു ഗസ്റ്റ് മതി. ഇത് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ജോർജ് അച്ഛനാണ്, ഈ ഇടവകയ്ക്ക് സുപരിചിതരാണ്. നമ്മുടെ കുടുംബദിനം നമ്മൾ മാത്രം ആഘോഷിക്കുന്നതാണ്. ജനുവരി 1-ാം തീയതി അതിന് പകരം അതിൻ്റെ പോരായ്മയൊക്കെ നികത്തുന്നുണ്ട്. 30 ഗസ്റ്റാണ് പുറമേന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ മാത്രം ദിവസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കളിക്കുന്നു, പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്നു, നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മൾ അംഗീകരിക്കുന്നു, പരസ്പരം വളർത്തുന്നു. അങ്ങനെയുള്ളൊരു ദിവസമാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാത്രം ആഘോഷിക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ തറവാടിൻ്റെ, മുണ്ടത്തിക്കോട് കുടുംബത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. ഇനിയും മുന്നോട്ട് ഏറെ കാലം പോകാനുണ്ട്. 50-ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ മധ്യവയസ്കരാണ്. ഇനിയുമുണ്ട് ഒരു അംഗത്തിനൊരു ഭാര്യം എന്ന് പറയുന്നത് പോലെ ഇനിയുമുണ്ട് നമുക്ക് ഏറെ ദൂരം മുന്നോട്ട് പോകാൻ. ആത്മീയതയുടെ മേഖലയിൽ, സാമൂഹ്യ സേവനത്തിൻ്റെ മേഖലയിൽ, പരസഹായത്തിൻ്റെ മേഖലയിൽ, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയുടെ മേഖലയിൽ, പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ മേഖലയിൽ, കൂട്ടായ്മയുടെ മേഖലയിൽ നമുക്കൊക്കെ വളരാൻ ഇനിയും ഏറെയുണ്ട്. നമുക്കതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വാർഷികം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ കലാപരിപാടികളെക്കുറിച്ചൊരു വാക്ക്. ഞാനിരുന്ന എല്ലാ പള്ളികളിലും പറയാറുണ്ട്, ക്രിസ്തീയ കലാപരിപാടികളെ നടത്താവുമെന്ന്. നിർബന്ധിക്കാറില്ല. ആദ്യത്തെ ഒരു 10-12 വർഷമൊക്കെ ഞാൻ നിർബന്ധിച്ചിരുന്നു. പിന്നെ മനസ്സിലാക്കി തന്നെ കയറുന്നതും ഉന്തിക്കയറ്റുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. തന്നെ കയറുന്നതാണ് ശരിയെന്ന് എനിക്കറിയാം.
പിന്നെ ഇതിന് നമ്മുടെ മനസ്സമാധാനങ്ങളാണ്. ഞാൻ അല്പം നിർബന്ധിച്ച് പിന്നെ വരുന്ന അച്ഛൻ എല്ലാത്തിനും അനുവദിച്ച് കഴിയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ പൊട്ടാച്ചനായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ വാശിയൊക്കെ ഞാൻ കുറച്ച്, നമ്മൾ മധ്യവയസ്കരാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമ്മളൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് ക്രിസ്തീയ കലാപരിപാടികൾ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു എതിർപ്പും ഇല്ലാണ്ട് കമ്മിറ്റിക്കാരാണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനിവിടെ ജോർജസിനോട് പറയായിരുന്നു, സിനിമാറ്റിക് ഡാൻസും DJ പാർട്ടിയൊക്കെ അംഗീകരിക്കാനും സ്നേഹിക്കാനും വളർത്താനൊക്കെ ഇഷ്ടംപോലെ വേദികൾ പുറത്തുണ്ടെന്നേ. നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, നമ്മുടെ ക്രിസ്തീയ ആശയങ്ങൾ പകർത്താൻ സാധിക്കുന്ന മൂല്യങ്ങളുള്ള കലാപരിപാടികൾ വളർത്താൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? നമ്മുടെ വേദിയല്ലാതെ പിന്നെ എവിടെയാണ് നമ്മുടെ മക്കൾക്ക് അത് കിട്ടുക? നമ്മളല്ലാതെ മറ്റാരാണ് അവർക്ക് ആ ചിന്ത പങ്കുവെച്ച് കൊടുക്കുക? അങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ അത് 100% അംഗീകാരത്തോടു കൂടെ ഏറ്റെടുത്ത് കലാപരിപാടികൾക്കൊക്കെ വളരെ പ്രോത്സാഹനത്തോടു കൂടെ നിങ്ങൾ വന്നിരിക്കുകയും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന്, ക്രിസ്തീയ കലാമൂല്യങ്ങൾ വളർത്തുന്നതിന് അച്ഛൻ അതിൻ്റെ ആളാണ്. ഫോക്കിൻ്റെ അല്ലെങ്കിൽ നാടോടി നൃത്തവും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അച്ഛനോടൊരു പാട്ട് പാടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അത് പാടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മൂല്യങ്ങൾ, ക്രിസ്തീയ ആശയങ്ങളും ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ബിബ്ലിക്കൽ മാത്രമെന്നല്ല ഉദ്ദേശിക്കുന്നത്, ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പടർത്താനായിട്ട് നിങ്ങൾ കാണിച്ച ശുഷ്കാന്തിക്ക് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും, ഭാവിയിൽ കൂടുതൽ നല്ല കുടുംബമായി മാറാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്ന ഒരു വെച്ചുള്ള വാഗ്ദാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.